ചില രാഷ്ട്രീയ കാരണങ്ങളാൽ ഫോർ ദ പീപ്പിൾ എന്ന സിനിമ TV ചാനലുകളിൽ സംപ്രേഷണം ചെയ്യാൻ ഒരു കാലത്ത് ആരും തയ്യാറായിരുന്നില്ല. സമ്മറിൻ ബദലഹം എന്ന സിനിമയിലെ ഒട്ടുമിക്ക കോസ്റ്റ്യൂമുകളും വാസ്തവത്തിൽ ബെഡ്ഷീറ്റ് വെട്ടി തയ്ച്ചിട്ടാണ് ഉണ്ടാക്കിയത്. ഇത്തരത്തിൽ കേൾക്കുമ്പോൾ വളരെ വ്യത്യസ്തവും രസകരവുമായി തോന്നുന്ന സിനിമയ്ക്കുള്ളിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതുകൊണ്ട് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. കണ്ണൂർ ഡിലക്സ്. ഒരു സിനിമ ഇറങ്ങിയതുകൊണ്ട് നാട്ടുകാർക്ക് എന്തെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകൾക്കുള്ള മറുപടിയാണ് കണ്ണൂർ ഡിലക്സ് എന്ന സിനിമ. 1969 പുറത്തിറങ്ങിയ പ്രേം നസീർ നായകനായ സിനിമയാണ് കണ്ണൂർ ഡിലക്സ്. മലയാളത്തിലെ ആദ്യത്തെ റോഡ് മൂവിയും കൂടിയാണ് കണ്ണൂർ ഡിലക്സ്. യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കിയാണ് ഈ സിനിമ ഉണ്ടാക്കിയത്. 1967 തിരുവനന്തപുരത്ത് നിന്നും കണ്ണൂരിലേക്ക് യാത്ര തിരിച്ച കണ്ണൂർ ഡിലക്സ് എന്ന ബസ്സിനുള്ളിൽ ഒരു മോഷണം നടക്കുകയും ആ കള്ളനെ പിടിക്കാൻ പോകുന്നതുമാണ് സിനിമയുടെ കഥ. നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് യാത്ര ചെയ്യുന്ന KSRTC ബസ്സിന് KSRTC എന്ന പേര് നിലനിർത്താൻ സഹായിച്ചത് ഈ മൂവിയാണ്. കേരള RTCയും കർണാടക RTCയും KSRTC എന്ന പൊതുവായ പേരാണ് അവരുടെ പബ്ലിക് ട്രാൻസ്പോർട്ടിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങളാണ് ആദ്യം സർവീസ് തുടങ്ങിയത്, അതുകൊണ്ട് KSRTC എന്ന പേര് ഞങ്ങൾക്ക് മാത്രമാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് കർണാടക സർക്കാർ 2013 കോടതിയിൽ കേസ് കൊടുത്തപ്പോൾ 7 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ കർണാടകയ്ക്ക് മുൻപേ കേരളത്തിൽ KSRTC എന്ന പേരിൽ ബസ് സർവീസ് നടത്തിയിട്ടുണ്ടെന്നും കേരള സർക്കാരിന്റെ ട്രേഡ് മാർക്ക് ലോഗോയും അതിലുണ്ടെന്നും ആനവണ്ടി എന്ന പേര് അതുകൊണ്ടാണ് ആളുകൾ ഉപയോഗിക്കുന്നതെന്നും കോടതി മുമ്പാകെ കേരളത്തിന് തെളിയിക്കാൻ സാധിച്ചത് 1969 പുറത്തിറങ്ങിയ കണ്ണൂർ ഡിലക്സ് എന്ന ഒറ്റ സിനിമ കൊണ്ട് മാത്രമാണ്. സിനിമയിലെ ഒരുപാട് രംഗങ്ങളിൽ KSRTC എന്ന ട്രേഡ് മാർക്ക് ലോഗോയും അതിന്റെ പേരും ബസ്സിലുള്ളതായി കാണിക്കുന്നുണ്ട്. ആയിരത്തി 1973 മൈസൂർ ഗവൺമെന്റ് റോഡ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് KSRTC എന്ന പേരിട്ട് സർവീസ് തുടങ്ങുന്നതിനും 8 വർഷങ്ങൾക്ക് മുൻപേ 1965 തിരുവിതാംകൂർ രാജകുടുംബം ട്രാവൻകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് എന്ന പേരിൽ കേരളത്തിൽ ആദ്യത്തെ ബസ് സർവീസ് തുടങ്ങിയെന്നും പിന്നീട് പിറ്റേ വർഷം മുതൽ KSRTC എന്ന പേരായി മാറ്റിയെന്നും കോടതി മുമ്പാകെ നമുക്ക് തെളിവായി കൊടുക്കാൻ സാധിച്ചു. അങ്ങനെ ഒരൊറ്റ സിനിമ കൊണ്ട് KSRTC എന്ന പേര് കേരളത്തിന് നിലനിർത്താൻ സഹായിച്ചു. കണ്ണൂർ ഡിലക്സ് എന്ന ഈ ഒരു സിനിമയിൽ ബഹുഭൂരിഭാഗവും ബസ്സും ബസ്സിനുള്ളിലെ സംഭവങ്ങളുമാണ്. ബസ്സിനുള്ളിലെ ഭാഗങ്ങൾ വാഹിനി, അരുണാചലം, ന്യൂട്ടൺ സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. 1967 ചേർത്തല ആലപ്പുഴ ഭാഗത്ത് വെച്ച് ബസ്സിനുള്ളിൽ മോഷണം നടന്ന യഥാർത്ഥ സംഭവമാണ് സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. തിരുവിതാംകൂർ രാജകുടുംബം തുടങ്ങിവെച്ച തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള കണ്ണൂർ ഡിലക്സ് 50 വർഷത്തിലധികമായി KSRTCയുടെ അഭിമാനമായി ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അന്നത്തെ കാലത്ത് വളരെ റിസ്ക് എടുത്തിട്ട് തന്നെയാണ് ഈ ഒരു സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സിനിമ കാണുമ്പോൾ പലയിടത്തായി പല ട്വിസ്റ്റുകളുണ്ട്. നിങ്ങൾ ഇതുവരെ ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ സിനിമ യൂട്യൂബിലുണ്ട്. ദയവായി സമയം കിട്ടുമ്പോൾ ഒന്ന് കണ്ടു നോക്കുക. അന്യൻ. 2005 പുറത്തിറങ്ങിയ ശങ്കർ സംവിധാനം ചെയ്ത മെഗാ ബ്ലോക്ക് ബസ്റ്റർ സിനിമയാണ് അന്യൻ. അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ മുതൽ മുടക്കി നിർമ്മിച്ച സിനിമയാണ് അന്യൻ. സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഷുറൻസ് കവറേജ് കിട്ടിയ സിനിമയും അന്യനാണ്. 15 കോടിയോളമായിരുന്നു അന്യന്റെ ഇൻഷുറൻസ് തുക. സിനിമയിൽ എടുത്തു പറയേണ്ടത് വിക്രമിന്റെ പെർഫോമൻസ് തന്നെയാണ്. മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ വളരെ ഗംഭീരമായിട്ടാണ് അദ്ദേഹം സിനിമയിൽ അഭിനയിച്ച് ഫലിപ്പിച്ചത്. സിനിമയിൽ ഏറ്റവും ഗംഭീരമെന്ന് എല്ലാവരും പറയുന്ന, ഇപ്പോഴും ആളുകൾ അനുകരിക്കുകയും ചെയ്യുന്ന ഒരു ഭാഗമാണ് ഇത്. ഒരേ സമയം അന്യനായും അമ്പിയായും പേഴ്സണാലിറ്റി മാറ്റിക്കൊണ്ട് വിക്രം അഭിനയിച്ചത് വേറെ ലെവലായിരുന്നു. എന്നാൽ നിങ്ങൾക്കറിയാമോ, ഈ ഒരു സീൻ വിക്രം ഗംഭീരമായി പെർഫോമൻസ് ചെയ്യാൻ വേണ്ടി സംവിധായകനായ ശങ്കർ തിരക്കഥയിൽ ഒരു സൂത്രപ്പണി ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സീൻ അദ്ദേഹം എഴുതിയപ്പോൾ അമ്പി പറയേണ്ട ഡയലോഗ് കറുപ്പ് നിറത്തിലും അന്യൻ പറയേണ്ട ഡയലോഗ് ചുവപ്പ് നിറത്തിലും അദ്ദേഹം എഴുതി. ശേഷം മാറി മാറി എടുക്കാനിരുന്ന ഷോട്ടുകൾ ഒറ്റ ടേക്കിൽ ചെയ്യാൻ അദ്ദേഹം വിക്രമിനോട് പറഞ്ഞു. 2 നിറത്തിൽ ഡയലോഗുകൾ എഴുതിയത് കൊണ്ട് തനിക്ക് ഡയലോഗുകൾ പെട്ടെന്ന് കാണാപ്പാടം പഠിക്കാനും ഗംഭീരമായി പെർഫോമൻസ് ചെയ്യാനും കഴിഞ്ഞു എന്നാണ് വിക്രം പറഞ്ഞിട്ടുള്ളത്. കറുപ്പെന്ന കളർ കൺഫ്യൂഷനെ സൂചിപ്പിക്കുന്നത് കൊണ്ടാണ് അമ്പിയുടെ ഡയലോഗ് കറുപ്പിൽ എഴുതിയത്. റെഡ് എന്ന കളർ അപകടത്തെ സൂചിപ്പിക്കുന്നത് കൊണ്ടാണ് അന്യന്റെ ഡയലോഗുകൾ അദ്ദേഹം ചുവപ്പ് നിറത്തിലും എഴുതിയത്. എഴുത്തിലെ ചില സൂത്രപ്പണികളാണ് വാസ്തവത്തിൽ വിക്രത്തിന് ഇത്ര ഗംഭീരമായി പെർഫോമൻസ് ചെയ്യാൻ സഹായിച്ച ഒരു ഘടകം. ഇതുകൊണ്ട് തന്നെയാണ് ശങ്കർ ഒരു ബ്രഹ്മാണ്ഡ സംവിധായകൻ എന്നറിയപ്പെടുന്നത്.
ടോക്കിയോ നഗറിലെ വിശേഷം. 1999 ജോസ് തോമസ് സംവിധാനം ചെയ്ത സിനിമയാണ് ടോക്കിയോ നഗറിലെ വിശേഷം. ഈ സിനിമയ്ക്കും രസകരമായ ഒരു വലിയ പ്രത്യേകതയുണ്ട്. കാരണം മറ്റ് സിനിമകളെ പോലെയല്ല, ചിത്രത്തിന് പേരിടാതെയാണ് സിനിമ റിലീസാക്കിയത്. സിനിമാ പോസ്റ്ററിലും പേരിടാത്ത ചിത്രമെന്നായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്തിനു പറയാൻ, സിനിമ തുടങ്ങുമ്പോൾ സിനിമയുടെ സർട്ടിഫിക്കേഷനിലും പേര് കാണിക്കുന്ന ഭാഗത്തും പേരിടാത്ത ചിത്രമെന്നാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. സിനിമ റിലീസായതിനു ശേഷം സിനിമയ്ക്ക് വേണ്ടി നല്ല പേരുകൾ പ്രേക്ഷകരിൽ നിന്നും അണിയറ പ്രവർത്തകർ ആവശ്യപ്പെട്ടിരുന്നു. മികച്ച പേര് നിർദ്ദേശിക്കുന്നവർക്ക് സമ്മാനത്തുകയും അവർ പ്രഖ്യാപിച്ചിരുന്നു. അങ്ങനെ സിനിമ കണ്ട പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ നിർദ്ദേശിച്ച പേരുകളിൽ ഒന്നായിരുന്നു ടോക്കിയോ നഗറിലെ വിശേഷം എന്നത്. വാസ്തവത്തിൽ ഇതൊരു മാർക്കറ്റിംഗ് ടെക്നിക്കായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർക്കിടയിൽ സിനിമ ചർച്ചയാവുകയും ഒരുപാട് ആളുകൾ സിനിമ തിയേറ്ററിൽ പോയി കാണുകയും ചെയ്തത്. ഇത്തരത്തിലുള്ള ഒരുപാട് വ്യത്യസ്ത മാർക്കറ്റിംഗ് ടെക്നിക്കുകൾ മലയാള സിനിമയിൽ പലരും ഉപയോഗിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചൊരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്കായി ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട്. കടത്തനാടൻ അമ്പാടി. 1990 പ്രിയദർശൻ സംവിധാനം ചെയ്ത സിനിമയാണ് കടത്തനാടൻ അമ്പാടി. കടത്തനാടൻ അമ്പാടിക്ക് ഒരു വലിയ പ്രത്യേകതയുണ്ട്. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായി കോടതി ഇടപെട്ട് നിർമ്മാതാവിനെ മാറ്റിയ സിനിമയാണ് കടത്തനാടൻ അമ്പാടി. 1964 പുറത്തിറങ്ങിയ തച്ചോളി ഒതേനൻ, 1970 പുറത്തിറങ്ങിയ ഒതേനന്റെ മകൻ എന്നീ 2 സിനിമകളുടെ തുടർച്ചയാണ് കടത്തനാടൻ അമ്പാടി. വലിയ ബജറ്റ് ആവശ്യമായിരുന്ന ഈ ഒരു സിനിമയുടെ നിർമ്മാതാവ് സാജൻ ജോസഫ് ആയിരുന്നു. സാജൻ ജോസഫ് ഓറിയന്റൽ ഫൈനാൻസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്പനിയുടെ ഹെഡുമായിരുന്നു. അദ്ദേഹത്തിന്റെ ധനകാര്യ സ്ഥാപനത്തിൽ നിക്ഷേപകരുടെ എണ്ണം കൂട്ടുന്നതിന് വേണ്ടി ആരും കൊടുക്കാത്ത അത്രയും വലിയ ഇൻട്രസ്റ്റ് അദ്ദേഹം ഓഫർ ചെയ്തു. അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് കണ്ട് ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന്റെ ധനകാര്യ സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ചു. എന്നാൽ സാജൻ ജോസഫ് ഈ പണം എടുത്തിട്ടാണ് സിനിമ നിർമ്മിച്ചത്. തിരിച്ചു കിട്ടാൻ പോകുന്ന വലിയ ലാഭത്തെ ഓർത്ത് അദ്ദേഹം ഒരുപാട് കണക്കുകൾ കൂട്ടിയിരുന്നു. എന്നാൽ ഷൂട്ടിംഗ് ബജറ്റും ദിവസങ്ങളും പ്രതീക്ഷിച്ചതിലും കൂടുതലായി പോയത് മൂലം നിർമ്മാതാവായ സാജൻ ജോസഫ് മറ്റു പലരുടെ കയ്യിൽ നിന്നും വലിയ പലിശയ്ക്ക് പണം കടമെടുക്കുന്നു. എന്നാൽ പിന്നീട് കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടും മറ്റു പ്രശ്നങ്ങളും കാരണം സിനിമ കുറച്ചു വർഷങ്ങളോളം പെട്ടിയിൽ തന്നെ ഇരുന്നു. ശേഷം കോടതി ഇടപെട്ട് സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്യാനും അതിൽ നിന്നും കിട്ടുന്ന പൈസ നിർമ്മാതാവായ സാജൻ ജോസഫിന്റെ ധനകാര്യ സ്ഥാപനത്തിലെ നിക്ഷേപകർക്ക് തിരികെ കൊടുക്കാനും ഉത്തരവിട്ടു. അതിനുശേഷം സിനിമയുടെ ഡിസ്ട്രിബ്യൂഷനും മറ്റു കാര്യങ്ങൾക്കും മേൽനോട്ടം വഹിക്കാൻ തേർഡ് പാർട്ടിയായ നവോദയ സ്റ്റുഡിയോസിനെ കോടതി ഏൽപ്പിച്ചു. അങ്ങനെ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായി കോടതി ഇടപെട്ട് നിർമ്മാതാവിനെ മാറ്റിയ സിനിമ എന്ന പ്രത്യേകത കടത്തനാടൻ അമ്പാടി എന്ന സിനിമയ്ക്ക് ലഭിച്ചു. അതുകൊണ്ട് തന്നെ സിനിമ ആരംഭിക്കുന്ന സമയത്ത് സിനിമയുടെ ആദ്യത്തെ നിർമ്മാതാവായ സാജൻ ജോസഫിനെയും അദ്ദേഹത്തിന്റെ ധനകാര്യ സ്ഥാപനത്തിലെ നിക്ഷേപകരുടെയും പ്രശ്നങ്ങളുമെല്ലാം കൃത്യമായി എഴുതി കാണിക്കുന്നുണ്ട്. അതോടൊപ്പം ഹൈക്കോടതിയുടെ വിധിയും സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നുണ്ട്. പ്രേക്ഷകരോട് ഒരു അപേക്ഷ എന്ന രീതിയിൽ തന്നെയാണ് സിനിമ തുടങ്ങുന്നതിന് മുൻപായി ഇത്തരം നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പ്രേം നസീർ സാറിന്റെ മരണത്തിന് ശേഷമാണ് ഈ സിനിമ റിലീസായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രേം നസീർ സാർ ഉൾപ്പെടെ 20ഓളം വ്യക്തികൾക്ക് ഡബ് ചെയ്തത് ഷമ്മി തിലകനാണ്. എന്താ ഗുരുക്കളെ, കടത്തനാട്ടുകാർക്ക് കതിരൂർ കരയോടെ നടന്നുകൂടെ? ഈ നാട്ടുകാർക്ക് എന്താ തീണ്ടലോ തൊടിയിലോ മറ്റോ ഉണ്ടോ? വളച്ചു കെട്ടാതെ കാര്യം പറയുന്നു. ഒരുപക്ഷെ മലയാള സിനിമയിൽ ഒരു വ്യക്തി ഒരു സിനിമയിലെ ഏറ്റവും കൂടുതൽ കഥാപാത്രങ്ങൾക്ക് ഡബ് ചെയ്തത് ഈ സിനിമയ്ക്ക് വേണ്ടിയായിരിക്കും. ഷമ്മി തിലകനെ പോലെ തന്നെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായ ആനന്ദവല്ലി സ്ഥലത്തെ പ്രധാന പയ്യൻസ് എന്ന സിനിമയിലെ പുരുഷന്മാരടക്കം 9 കഥാപാത്രങ്ങൾക്ക് തന്റെ സൗണ്ടിൽ മാറ്റം വരുത്തി ഡബ് ചെയ്തിട്ടുണ്ട്. എന്താലേ. ജലം. ലോക സിനിമയിൽ വളരെ പ്രത്യേകതകളുള്ള സിനിമകൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിനുദാഹരണമാണ് 1955 പുറത്തിറങ്ങിയ ന്യൂസ് പേപ്പർ ബോയ് എന്ന സിനിമ. ലോക സിനിമയിൽ ആദ്യമായി കുട്ടികൾ നിർമ്മിച്ച ആദ്യത്തെ വാണിജ്യ സിനിമയാണ് ന്യൂസ് പേപ്പർ ബോയ്. അതുമാത്രമല്ല, മലയാളത്തിലെ ആദ്യത്തെ നിയോ റിയലിസ്റ്റിക് സിനിമ കൂടിയായിരുന്നു ന്യൂസ് പേപ്പർ ബോയ്. അത്തരത്തിൽ ലോക സിനിമയിലെ വളരെ പ്രത്യേകതയുള്ള മറ്റൊരു സിനിമയാണ് 2015 എം പത്മകുമാർ സംവിധാനം ചെയ്ത ജലം എന്ന സിനിമ. ലോകത്തിലെ ആദ്യത്തെ ചാരിറ്റി സിനിമയാണ് ജലം. വിധവയായ ഒരു സ്ത്രീയും അവരുടെ കുട്ടിയും കിടപ്പാടമില്ലാത്ത നഗരത്തിലേക്ക് വരുന്നതും തുടർന്നുണ്ടാവുന്ന പ്രശ്നങ്ങളുമാണ് സിനിമയുടെ കഥ. ജലം എന്ന സിനിമ ഒരു CSR പ്രൊഡക്ഷൻ മൂവിയാണ്. CSR എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി മൂവി എന്നാണ്. അതായത് നമ്മുടെ സമൂഹത്തിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്ട് കൊടുക്കുന്ന സിനിമകളെയാണ് CSR പ്രൊഡക്ഷൻ സിനിമകൾ എന്ന് പറയുന്നത്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ലോകത്തിലെ ആദ്യത്തെ ചാരിറ്റി മൂവിയും ഇന്ത്യയിലെ ആദ്യത്തെ CSR മൂവിയുമാണ് ജലം. അതുമാത്രമല്ല, ജലം എന്ന സിനിമ മികച്ച സിനിമയ്ക്കും ജലം എന്ന സിനിമയിലെ 4ഓളം പാട്ടുകളും ഓസ്കാറിന് പോകാൻ ലിസ്റ്റിൽ ഇടം നേടിയിരുന്നു. എന്നാൽ പിന്നീട് ചില കാരണങ്ങൾ കൊണ്ട് അത് നടന്നില്ല. ജലം എന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക്. സിനിമയ്ക്കുള്ളിലെ സിനിമയെക്കുറിച്ച് പറയുന്ന ഒരുപാട് മലയാള സിനിമകളുണ്ട്. എന്നാൽ സിനിമയ്ക്കുള്ളിൽ നടന്ന ഒരു ഇൻസിഡന്റ് ആസ്പദമാക്കി മറ്റൊരു സിനിമ മലയാളത്തിൽ വളരെ വിരളമാണ്. അത്തരത്തിൽ സിനിമയ്ക്കുള്ളിൽ ഉണ്ടായ ഒരു ഇൻസിഡന്റ് അടിസ്ഥാനമാക്കി ഉണ്ടാക്കിയ ആദ്യത്തെ മലയാള സിനിമയാണ് 1983 പുറത്തിറങ്ങിയ KG ജോർജ് സംവിധാനം ചെയ്ത ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് എന്ന സിനിമ.
തെന്നിന്ത്യയിലെ വളരെ തിരക്ക് പിടിച്ച നടിയായിരുന്ന എന്നാൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ആത്മഹത്യ ചെയ്ത നടിയായ ശോഭയുടെ ജീവിതം ആസ്പദമാക്കിയാണ് KG ജോർജ് ഈ സിനിമ എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പല നിർമ്മാതാക്കളും സിനിമ ചെയ്യാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് നടൻ ഇന്നസെന്റ് ആണ് സിനിമ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. വെറും 18 വയസ്സിൽ ആത്മഹത്യ ചെയ്ത ശോഭയുടെ മരണത്തിന്റെ കാരണം അധികം ആർക്കും അറിയില്ലെങ്കിലും KG ജോർജ് തന്റെ സുഹൃത്തും സംവിധായകനുമായ ബാലു മഹേന്ദ്രയെ അതിന്റെ ഒരു കാരണക്കാരിൽ ഒരാളായി സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. വിഷമം തോന്നരുത്. ഞാൻ അധികം മലയാള ചിത്രങ്ങൾ കാണാറില്ല. കാണാൻ കൊള്ളാത്തതുകൊണ്ട് തന്നെ. എന്താ അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഞാൻ ഉണ്ടാക്കുന്നതും മലയാള സിനിമകൾ തന്നെ. പക്ഷേ ഒരു വ്യത്യസ്ത സിനിമയുടെ ആളാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. നടിയായ ശോഭ തന്റെ 17-ാം വയസ്സിൽ ബാലു മഹേന്ദ്രയെ വിവാഹം കഴിച്ചിരുന്നു. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ബാലു മഹേന്ദ്ര ഒരുപാട് സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്ന വ്യക്തിയാണ്. വിവാഹശേഷം 1 വർഷത്തിനുള്ളിൽ ലേഖ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. ബാലു മഹേന്ദ്രയെ റെപ്രസെന്റ് ചെയ്താണ് ഭരത് ഗോപി സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. നീ ഒരു മണ്ടിയാണ്. എന്റെ ഭാര്യയും കുട്ടിയും എന്ന് വിളിച്ചാൽ എനിക്ക് പോകാതിരിക്കാനും സാരമില്ല. ഞാൻ ഇടയ്ക്കിടെ സൗകര്യം കിട്ടുമ്പോഴൊക്കെ വരാം. KG ജോർജിന്റെ ഉൾക്കടൽ എന്ന സിനിമയിൽ നടി ശോഭ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ആ സിനിമയുടെ സിനിമാറ്റോഗ്രാഫർ ആയിരുന്നു ബാലു മഹേന്ദ്ര. എന്നാൽ ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് എന്ന സിനിമ ഇറങ്ങിയതിനു ശേഷം KG ജോർജും ബാലു മഹേന്ദ്രയും പിന്നീട് ഒരിക്കലും ഒരുമിച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സിനിമയിൽ ശോഭയ്ക്ക് ലഭിച്ച ദേശീയ അവാർഡും ബാലു മഹേന്ദ്രയുമായുള്ള പ്രണയവും ബാലു മഹേന്ദ്രയുടെ അഭിഹിതവുമെല്ലാം KG ജോർജ് കൃത്യമായി സിനിമയിൽ കാണിക്കുന്നുണ്ട്. നിനക്ക് ഭ്രാന്തുണ്ടോ? ഭാര്യയും കുഞ്ഞുമുള്ള അവൻ നിന്നെ ചതിക്കാൻ എവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നത്? എന്റെ മുമ്പിൽ നിനക്കിരിക്കാൻ പറ്റില്ല. എന്നാൽ ശോഭ തന്റെ 18-ാം വയസ്സിൽ ആത്മഹത്യ ചെയ്തതിന്റെ കാരണം ഇപ്പോഴും നിഗൂഢമാണ്. വെറും ഒരു ഷിഫോൺ തുണി ഉപയോഗിച്ചുകൊണ്ട് ശോഭയ്ക്ക് അത്ര ഉയരത്തിൽ കഴുത്തിൽ കൊടുക്കിടാൻ കഴിയാത്തതും മരണത്തിന് ശേഷം കൺപോളകൾ വീർക്കാത്തതും നാവുകൾ തൂങ്ങിക്കിടക്കാത്തതും ഒരുപാട് സംശയത്തിന് വഴിയൊരുക്കിയിരുന്നു. അതേസമയം ആരാണ് ശോഭയുടെ കുരുക്കഴിച്ചത് എന്ന ചോദ്യം ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ഒന്നായി നിലനിൽക്കുന്നു. പല രീതിയിൽ ചിന്തിക്കുമ്പോൾ എല്ലാ ചോദ്യങ്ങളും ബാലു മഹേന്ദ്രയുടെ മുൻപിലേക്കാണ് വരുന്നത്. അങ്ങനെ ആദ്യമായി സിനിമയ്ക്കുള്ളിൽ നടന്ന ഒരു ഇൻസിഡന്റ് ആസ്പദമാക്കി നിർമ്മിച്ച മറ്റൊരു സിനിമയാണ് ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക്. ഇത്തരത്തിൽ കേൾക്കുമ്പോൾ വളരെ വ്യത്യസ്തവും രസകരവുമായി തോന്നുന്ന സിനിമയ്ക്കുള്ളിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് കൂടുതൽ പറയാൻ താല്പര്യമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുകൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.